ഓൾ ഇന്ന് ക്യാൻവ യൂസ് ചെയ്ത് ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാനൊരു കാറിന്റെ പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ആദ്യം മോർ സെലക്ട് ചെയ്യാം, ദെൻ പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അഡ്വർടൈസിംഗ് പോസ്റ്റർ സെലക്ട് ചെയ്യാം, ദെൻ എലമെന്റ്സിൽ നിന്ന് റോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോസ് സെലക്ട് ചെയ്യാം, ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ദെൻ ഈ ഡിസൈൻ എൻലാർജ് ചെയ്യാം. വീണ്ടും എലമെന്റ്സിൽ നിന്ന് ബ്ലാക്ക് ക്ലൗഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ സെലക്ട് ചെയ്യാം, ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ദെൻ ഈ ഡിസൈനും എൻലാർജ് ചെയ്ത് കൊടുക്കാം. ദെൻ ആപ്സ് സെലക്ട് ചെയ്യാം, ഇമേജ് ബ്ലെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമേജ് ബ്ലെൻഡർ സെലക്ട് ചെയ്യാം. ദെൻ ലീനിയർ സെലക്ട് ചെയ്യാം. ഈ ഒരു പോയിന്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കേഴ്സർ ഉപയോഗിച്ച് ഈ പോയിന്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ സ്ട്രെങ്ത് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ദെൻ സേവ് കൊടുക്കാം. ഇനി നമുക്ക് അപ്ലോഡ്സിൽ നിന്ന് കാറിന്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. കാറിന്റെ ഇമേജിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. കാറിന്റെ ഇമേജ് നടുക്കായിട്ട് പ്ലേസ് ചെയ്യാം. ഇനി എലമെന്റ്സിൽ നിന്ന് വൈറ്റ് ക്ലൗഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോസ് സെലക്ട് ചെയ്യാം, ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഈ ക്ലൗഡിന്റെ ഇമേജ് കാറിന്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്യാം. ദെൻ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കാറിന്റെ താഴെ മൊത്തം ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി അപ്ലോഡ്സ് സെലക്ട് ചെയ്യാം, മറ്റൊരു കാറിന്റെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ക്ലിപ്പ് സെലക്ട് ചെയ്യാം, ക്ലിപ്പ് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യാം. ദെൻ കാറിന്റെ ഇമേജ് എൻലാർജ് ചെയ്ത് കൊടുക്കാം. ദെൻ എഡിറ്റ് സെലക്ട് ചെയ്യാം, ഷാഡോസ് ഡ്രോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ആംഗിൾ ഡിസ്റ്റൻസ് ഇൻറ്റൻസിറ്റി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ താഴെ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് കാണാത്തത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഷാഡോസ് നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഷാഡോ എഫക്റ്റ് ഞാൻ കൊടുത്തത്. ദെൻ ആപ്സ് സെലക്ട് ചെയ്യാം, ടൈപ്പ് ക്രാഫ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ടൈപ്പ് ക്രാഫ്റ്റ് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് റേഞ്ച് റോവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഫോണ്ട്, ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ദെൻ കളർ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ഹോറിസോണ്ടൽ സെലക്ട് ചെയ്യാം. പോയിന്റ്സ് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. നോ മിറർ സെലക്ട് ചെയ്ത് നടുക്കത്തെ പോയിന്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ദെൻ ആഡ് എലമെന്റ്സ് ടു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റ് ഡിസൈൻ മുകളിലേക്ക് കൊണ്ടുപോയി എൻലാർജ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടൈപ്പ് ക്രാഫ്റ്റിൽ പോയി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ദെൻ അപ്ഡേറ്റ് എലമെന്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ലെയേഴ്സ് സെലക്ട് ചെയ്യാം. ഷോ ലെയേഴ്സ്. ഈ ഒരു ഡിസൈൻ ബ്ലാക്ക് കാറിന്റെ താഴെയായിട്ട് ഫിക്സ് ചെയ്യാം. ദെൻ ടെക്സ്റ്റ് ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിനകത്ത് നമുക്ക് റേഞ്ച് റോവറിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളർ. ഫോണ്ടും ചേഞ്ച് ചെയ്യാം. ദെൻ ഈ ടെക്സ്റ്റ് താഴെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ദെൻ മറ്റൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. റേഞ്ച് റോവർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളർ. ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് താഴെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഈ പോസ്റ്ററിന്റെ ഫൈനൽ റിസൾട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.